അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അജിത്ത്. നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ കൊല്ലം പുതിയതായിട്ടുള്ള കൃഷികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഇന്നേരം അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ ഈ കൊല്ലം ചെയ്യാൻ പോകുന്ന ഇനം ഏതാണ്, അന്നേരം നമ്മൾ എത്രത്തോളം ഈ കൊല്ലം ചെയ്യുന്നുണ്ട്, ചെയ്യുന്ന രീതി എന്തൊക്കെയാണ്, അന്നേരം നമ്മുടെ കൂട്ടത്തിൽ കൃഷി തുടങ്ങുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ തുടങ്ങാം. വളപ്രയോഗങ്ങൾ അതേ രീതിയിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഫോളോ ചെയ്യാം. അതായത് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ചാനൽ കണ്ടിട്ട് കൃഷി തുടങ്ങിയിട്ട് സക്സസ് ആയിട്ടും അല്ലെങ്കിൽ ഫെയിലായിട്ടുള്ള ആൾക്കാരുണ്ട് എങ്കിൽ അവർ കമൻറ്റ് ചെയ്യാം. നിർബന്ധമായിട്ടും ഈ പ്രാവശ്യം അവർ കമൻറ്റ് ചെയ്യണം. അന്നേരം അവർക്ക് വന്നിട്ടുള്ള പോരായ്മ, അതായത് നിങ്ങൾക്ക് വന്നിട്ടുള്ള പോരായ്മകൾ നമുക്ക് പ്രാവശ്യം പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിൽ നമുക്ക് ഈ പ്രാവശ്യത്തെ വീഡിയോസ് നമുക്ക് ക്രമീകരിച്ചെടുക്കാം. അന്നേരം എത്രത്തോളം ആൾക്കാർ ഇത് തുടങ്ങിയിട്ടുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ രീതിയിലുള്ള വീഡിയോസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്രാവശ്യം നമ്മൾ വളരെയധികം പ്രകൃതി രമണീയമായ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്, വയൽ തന്നെയാണ്, എന്നാൽ മണൽപ്പറ്റ് 0% അതുകൊണ്ട് തന്നെ വാഴ പഴുക്കുന്നത് ഒരു പരിധി വരെ നല്ല പൂർണ്ണമായിട്ടും കുറയും. അതായത് നല്ല മണ്ണാണ്, മണൽപ്പറ്റ് തീരെയില്ല. അതുകൊണ്ട് വാഴ നമ്മളിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ തോട്ടത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണൽപ്പറ്റിൻ്റെ അംശം കൂടുതലാണ്. വെള്ളം നല്ലപോലെ കൊടുത്തില്ല എങ്കിൽ നല്ല രീതിയിൽ വാഴയ്ക്ക് പഴുപ്പുണ്ടാകും, മഞ്ഞളിപ്പ് കയറും. അങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമ്മൾ ഇതുപോലെ ഈ മണൽപ്പറ്റ് ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. അന്നേരം അങ്ങനെയുള്ള സ്ഥലങ്ങൾ അല്ല ഇപ്രാവശ്യം നമ്മൾ കൃഷി ചെയ്യുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മൾ അതിനകത്ത് ചെയ്യുന്ന ഇനമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് മഞ്ചേരിയാണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മളൊരു 4000 എണ്ണം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കൃഷി ചെയ്ത് തുടങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ മണ്ണൊക്കെ റെഡിയാക്കി ഇടുന്നതേ ഉള്ളൂ. കൃഷി ചെയ്യുന്ന സമയത്ത് ഇതുവരെ നിശ്ചയമായില്ല. അതിനെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. എല്ലാ പ്രാവശ്യം നിങ്ങൾ നോക്കിയാൽ മതി, നമ്മൾ കൊല വെട്ടുന്ന സമയത്ത് അത്യാവശ്യം മാർക്കറ്റ് വില കാണും. അത് നമ്മളത് കുറേയേറെ കാര്യങ്ങൾ മുൻകൂട്ടി സെർച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നടേണ്ട സമയം, ഇതെപ്പോൾ നമുക്ക് കൊല വെട്ടിയെടുക്കാൻ പറ്റും, ആ ഒരു ടൈമിൽ നമുക്ക് വില കിട്ടുമോ, ആ ഒരു കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് വിത്ത് നട്ടു തുടങ്ങുകയുള്ളൂ. അന്നേരം അതുവരെ നമ്മൾ മണ്ണെല്ലാം റെഡിയാക്കി നടാൻ പരുവാക്കി ഇങ്ങനെ നിർത്തിയിരിക്കും. നമുക്ക് ആ ഒരു ടൈം നമുക്ക് ഈ നട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് എന്ന് തോന്നിയ ആ ഒരു സമയത്താണ് നമ്മൾ വിത്തുകൾ നട്ട് തുടങ്ങുക. അന്നേരം ഹൈറ്റ് മഞ്ചേരിയെ കുറിച്ച് വേണ്ടി നമ്മളിപ്പോൾ നിൽക്കുന്ന തോട്ടം ഹൈറ്റ് മഞ്ചേരിയാണ്. നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവും. ഇതിനെക്കാട്ടിലും കൂടുതൽ റിസൾട്ട് അവിടെ ഉണ്ടാകും. നമ്മളിന്നിപ്പോൾ കൊലയും വെട്ടിയിട്ടുണ്ട്. നമ്മളൊരു തോട്ടത്തിൽ കൊല വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നമുക്ക് 12, 13, 14 കിലോ ആവറേജിൽ തൂക്കത്തിൽ വരുന്നുണ്ട്. 3-4 തൂക്കം ഞാൻ ആവറേജ് നോക്കിയായിരുന്നു. അത് 1, 12, 1, 13, 1, 14 കിലോ ആവറേജിലാണ് നമുക്ക് തൂക്കം കിട്ടിയിരുന്നത്. കൊലകൾ കുഴപ്പമില്ല, കൊലകളൊക്കെ നല്ല റിസൾട്ടാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല വിലയുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് ചെറിയ രീതിയിലുള്ള വിലക്കുറവ് കാണിക്കും. എന്നിരുന്നാലും വില മുകളിലോട്ട് പോകാമെന്നല്ലാതെ താഴോട്ട് വരില്ല. ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വില മുന്നോട്ട് തന്നെ വരും. 55-60 നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വില മാക്സിമത്തിലോട്ട് അതിലോട്ട് എത്തുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ പറയാനുള്ള വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തോട്ടത്തിൽ കൊല വെട്ടി വെച്ചിരിക്കുന്നത്, അതുപോലെ നമ്മുടെ തോട്ടത്തിൻ്റെ ഫോട്ടോസുകൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് വാട്സപ്പിൽ ഇട്ട് തന്നു. ഒത്തിരിയേറെ ആൾക്കാർ നമ്മുടെ തോട്ടത്തിലെ കൊലകളും തോട്ടവും വെച്ച് അഡ്വർടൈസ്മെൻറ്റ് നടത്തിയിട്ട് വിത്തുകൾ വിൽക്കുന്നുണ്ട്. കാരണം നമ്മുടെ നിന്ന് മേടിക്കുന്ന ആൾക്കാർ അതും കൂടി കണക്കാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എനിക്ക് സെൻഡ് ചെയ്ത് തന്ന ഒത്തിരിയേറെ ആൾക്കാരുടെ ഫോട്ടോസുകളിൽ വിത്ത് വിൽക്കുന്ന ആൾക്കാരുടെ കയ്യിലും നമ്മുടെ ഈ ഫോട്ടോസുകളുണ്ട്. അത് ഇനി നമ്മൾ ഫോട്ടോസുകൾ ഇടുന്നത് നമ്മുടെ ആ ഒരു ലേബൽ, അഗ്രികൾച്ചർ ലൈഫ് എന്നുള്ള ലേബൽ ആ ഫോട്ടോസുകളിനകത്ത് ആഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഒരു ദോഷകരമായിട്ടുള്ള കാര്യമല്ല, പക്ഷേങ്കിൽ തനി കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ലാഭത്തിന് വേണ്ടി മോശം സാധനങ്ങൾ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അന്നേരം നമ്മുടെ ലേബലിലല്ല സാധനങ്ങൾ വരുന്നത്. നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത് നമ്മൾ നേരിട്ടാണ്, നമുക്കൊരു സബ് ഏജൻസികളുമില്ല. അന്നേരം ഒത്തിരിയേറെ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ അഡ്വർടൈസ്മെൻറ്റിനകത്ത് നമ്മുടെ കൊലയുടെ ഫോട്ടോസ്, അതുപോലെ തന്നെ തോട്ടത്തിൻ്റെ ഫോട്ടോസ്, കൊല വെട്ടി വെച്ച് ഇങ്ങനെ കൂട്ടത്തോടു കൂടി ഇരിക്കുന്ന ഫോട്ടോസ്, അതൊക്കെ നമ്മൾ യൂട്യൂബ് വഴി ഷെയർ ചെയ്തിരുന്നു. അന്നേരം അതെല്ലാം ഒത്തിരിയേറെ ആൾക്കാർ എടുത്തിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം അതിനകത്ത് അവർ വീഡിയോ ചെയ്യുന്നതിനകത്തുള്ള അവരുടെ തോട്ടം വേറെ ഏതോ ഇനമായിരുന്നു. ഞാൻ 2-3 വീഡിയോസുകളൊക്കെ കണ്ടു. അന്നേരം അതും കൂടി ശ്രദ്ധിക്കുക. നമ്മുടെ നിന്ന് നേരിട്ട് മേടിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടാകുന്നുള്ളൂ. എൻ്റെ പേരും അതുപോലുണ്ട്, അജിത്ത് വയനാടെന്ന് അവരുടെ അഡ്വർടൈസ്മെൻറ്റ് അടിയിലുണ്ട്. പക്ഷേ ഫോൺ നമ്പർ മാത്രം വ്യത്യാസമുണ്ട്. അന്നേരം അങ്ങനെയുള്ളതും ശ്രദ്ധിക്കുക. എൻ്റെ പേര് അത് തന്നെ വെച്ച് നമ്പർ വേറെയും വരുന്നുണ്ട്. അന്നേരം അങ്ങനെയൊക്കെ പല രീതിയിലും ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. എന്നെ വിളിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ നമ്പർ എൻ്റെ വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ട്.
ഒരു ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിൽ പറയാനുള്ളത്. പ്രധാനമായിട്ട് ഇതായിരുന്നു പറയാനുണ്ടായിരുന്നത്. അതുപോലെ നമ്മൾ പുതിയ കൃഷിക്ക് തുടക്കമാകുകയാണ്. അത് നല്ല രീതിയിൽ ഉള്ളൊരു സ്ഥലമാണ്. നല്ല അടിപൊളി ഒരു പ്രകൃതി രമണീയമായിട്ട് അടുത്തൊക്കെ തോടുണ്ട്, നല്ല രീതിയിൽ വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. അതുപോലെ മൃഗങ്ങളുടെ ശല്യമൊക്കെ വളരെ കുറഞ്ഞ ഏരിയയാണ്. കണ്ടു കഴിഞ്ഞാൽ കാട് മൂടിയ സ്ഥലമൊക്കെ എന്നൊക്കെ തോന്നും, പക്ഷേങ്കിൽ ചുറ്റുപാട് നല്ല കാപ്പിത്തോട്ടമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. പിന്നെ കുറച്ച് കമുക് തോട്ടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഹൈറ്റ് മഞ്ചേരിയാണ് നമ്മൾ പൂർണ്ണമായിട്ടും ചെയ്യുന്നത്. അന്നേരം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നടുന്നത് തൊട്ട് കൊല വെട്ടുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വിശദീകരിക്കുന്നതാണ്. അന്നേരം നമ്മുടെ ഒന്നുകൂടി എടുത്തു പറയുകയാണ്, നമ്മുടെ ചാനൽ കണ്ടിട്ട് കൃഷി തുടങ്ങിയ ആൾക്കാർ നമ്മുടെ ഈ വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ഇടണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇനി ഇതുവരെയുള്ള വീഡിയോസുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ചാനലിനെ ഒരു ലൈക്ക് കൊടുക്കുക. അന്നേരം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.